ജൂത ഫണ്ട് വാങ്ങിയിട്ട്, വിസ്ഡം പേരുള്ള വേറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ സംഘടനകളുണ്ടല്ലോ, സിയോണിസ്റ്റുകളുണ്ടല്ലോ, ഓക്കെ, ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് പഠിപ്പിക്കാൻ ബുഖാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇബ്നു ബാസിൻ്റെ ഒക്കെ കൊടുത്തു. ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ വേറെ ചില പണ്ഡിതന്മാരൊക്കെ അതിനെ നിരൂപിച്ചതും സനദോടുകൂടി വന്ന ഹദീസുകളൊക്കെ നിരൂപിച്ചൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ മാറിന്ന് ഓക്കെ. ഗതി മുട്ടിയ സമയത്ത് ചില സമയത്ത് ബുഖാരിയിലെ ചില ഹദീസുകൾ വായിച്ച് കളിപ്പിച്ചു. വമാ ഖലഖ ദക്കറ വൽ ഉൻസ എന്നുള്ള ആയത്തിൽ വദക്കരി വൽ ഉൻസ എന്നുള്ള ഖലഖാന്ന് ഖുറാനില്ല. നബി അങ്ങനെ ഓതിയിട്ടേ എന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ പേരിൽ പറയാം, ബുഖാരിയിൽ സനദോടുകൂടിയിട്ട് സ്വീകരിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ച നബി, മുഹ്രിമായ നബി വിവാഹം കഴിച്ചു എന്ന് ബുഖാരിയിൽ ബാബുണ്ട്. ഈ ബാബു പറഞ്ഞിരുന്നല്ലോ നേരത്തെ. മുഹ്രിം മായ നബി എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിച്ചു എന്നുണ്ട്. അൻവർ സ്വലാഹി കാവനൂർക്കാരൻ, ഞങ്ങളൊരിക്കൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇഹ്റാമിൽ നിക്കാഹ് കഴിക്കാൻ പാടുണ്ട്, അങ്ങനെ ചെയ്യോ നബി? അങ്ങനെ ചെയ്യോ? ബുഖാരിയിൽ അങ്ങനെ ഹെഡിങ് ഉണ്ടല്ലോ, എനിക്ക് ഹെഡിങ് ആണല്ലോ വിഷയം, ഒരു ഹെഡിങ് ഉണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞേ, അത് ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നതിന് അർത്ഥം പറയണ്ടല്ലോ, മുഹ്രി എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പരിസരത്ത്, അങ്ങനെ അർത്ഥം പറഞ്ഞാൽ പോരെ, നമ്മൾ ഹദീസിനെ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ പോരെന്ന് ചോദിച്ചു. വളരെ നന്നായി തോന്നി എനിക്ക്. പക്ഷേ ഞാൻ എവിടെയും തിരഞ്ഞിട്ട് ആരെങ്കിലും പറയണല്ലോ ഇങ്ങനെ ഒരു അർത്ഥം. മുഹ്രി എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പരിസരത്തുള്ള ആളാന്ന് അർത്ഥം കിട്ടണ്ടേ? ഞാൻ തേടി, പലയിടത്തും തേടി. ഓക്കെ, എന്നാൽ അങ്ങനെ അർത്ഥം കിട്ടിക്കണമെങ്കിൽ അവിടെ നിർത്താമെന്നുള്ള ആൾക്ക് അവിടെ നിന്ന്. പക്ഷേ അവിടെ അല്ല പ്രശ്നം. ഞാൻ ഈ സാധനം ഞാൻ ബഹുമാനിക്കണ സലാം സുലൈമിനോട് ചോദിച്ചു, ഇഹ്റാം മുഹരിമായ നബി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് ആ ഹദീസിൽ അവിടെ മുഹരിം എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പരിസരം 5 കിലോമീറ്റർ ഉണ്ടല്ലോ, ആ പരിസരത്തായിരുന്നു എന്ന അർത്ഥം പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം ഞാൻ ചോദിച്ചതാണ്. അത് എന്നോട് പറഞ്ഞു, കുട്ടി ആ ബാബ് എന്താണ്? ബാബു നിക്കാഹിൽ മുഹരിം. മക്കത്തിൻ്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ ഹറമിൻ്റെ പരിസരത്തുള്ള കല്യാണം കഴിക്കുന്നത് ബാബുണ്ടാകുമോ? ഈ ഹെറാമിലായിരിക്കും നബി കല്യാണം കഴിച്ചു. ആകെ ടെൻഷനായി. കാരണം അങ്ങനെ എന്തിനോ ബുഖാരിയിൽ വന്ന് മുസ്ലിമിൽ തപ്പി നബിയെ എവിടെന്നാണ് കല്യാണം കഴിഞ്ഞത് എന്ന് കൃത്യമായിട്ടുണ്ട്, സ്ഥലമുണ്ട്, ബാൻ്റെ പേരുണ്ട്. അങ്ങനെ നടന്നിട്ടില്ല. ആ ബുഖാരിയിൽ ഉണ്ടോ വിശ്വസിച്ചോ? അങ്ങനെ എന്ത് സിയോണിസം അല്ലെങ്കിൽ അത് കടത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ വിചാരിച്ച ജൂതായുസം അങ്ങോട്ട് കടത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്, എഴുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയാണ് ഞങ്ങൾ അസുല്. നിങ്ങൾ ഈ ഉപദ്രവം ഉണ്ടാകുന്നിടത്തോളം കാലം കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരും. അപ്പോൾ ബുഖാരിയിലെ മുഴുവൻ ഹദീസും സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് സിയോണിസമാണ്. ഇതാണ് സാക്ഷാൽ ചേകന്നൂരിസം. ഇതാണ് സാക്ഷാൽ ചേകന്നൂരിസം. രക്ഷപ്പെടണമെന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടോളി. നിങ്ങളോടല്ല, മർക്കസ് ദഅവയിൽ ഒരുപാട് സാധാരണക്കാർ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവുമല്ലോ, അവരോട് പറയാം, നിങ്ങളെ കുറച്ച് ആൾക്കാർ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളെ പഴയ പോയി കേട്ടിട്ടുണ്ട് CD-യിൽ. ഓരോടും പറയാണ്, ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടാം. കാരണം ബുഖാരിയെ മുഴുവൻ ഹദീസും സ്വീകരിക്കാമെന്ന് അൽമനാർ എന്നാണ് എഴുതിയത്. ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നാ ചോദ്യം. അംഗീകരിക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല, ഉണ്ടില്ല എന്ന് പറഞ്ഞാൽ മറുപടി. അപ്പോൾ ഇത് അംഗീകരിച്ച സിയോണിസമാണ് ഇപ്പോൾ പറയുകയും ചെയ്തു. ആ സിയോണിസമാണ് ചേകന്നൂർ ഇവിടെ ആദ്യം പറഞ്ഞത്, ആരോപിച്ചത്. അതാണ് നിങ്ങളുടെയും ഗതി എന്ന് ആവർത്തിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞതിനൊന്നും ചോദിച്ചൊന്നും പേര് ഇനിയിപ്പോൾ എന്താ നിക്കാഹുൽ മുഹരിം അവിടെ ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ഒന്നും തേടിപ്പോണ്ട ആവശ്യമില്ല. നിങ്ങളാ ഫത്തുൽ ബാരി വായിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഒന്നും നിങ്ങൾ കുറേ കിലോമീറ്റർ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഫത്തുൽ ബാരിയും സഹീഹ് മുസ്ലിമും നന്നായിട്ട് വായിച്ചാൽ തന്നെ ആ ഹദീസിന് ഒരു കുഴപ്പമില്ലാന്നും ശരിയായ വ്യാഖ്യാനം എന്താ കൃത്യം. ഇനി അതൊക്കെ പോട്ടെ, നബിതങ്ങൾ ഇഹ്റാം വിവാഹം കഴിച്ചു എന്നൊരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നബിക്ക് അല്ലാഹ് ഹലാലാക്കി കൊടുത്തു പറഞ്ഞ പോലെ നബിക്ക് അത് ഹലാലാക്കി കൊടുത്തു. 4 വിവാഹം കഴിക്കാൻ പാടില്ല നബി നമ്മോട് പറഞ്ഞത്. നിങ്ങൾ പറയോ നബി ആകെ 3 കെട്ടിയുള്ളൂ കേട്ടോ, വത്തി പറഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറയേണ്ടിങ്ങനെ പോയാൽ അത് നബിക്ക് അത് അനുവദിച്ചു കൊടുത്തു എന്നതേ ഉള്ളൂ. അപ്പം നബി ഇഹ്റാം വിവാഹം കഴിച്ചെന്ന് വന്നാൽ പോലും നബിതങ്ങൾക്കത് ഹലാലായിരുന്നു. ആ സമയത്ത് അള്ളാഹ് അനുവദിച്ചു കൊടുത്തു. അതാ മൈമൂന ബീവി ഞാൻ കെട്ടിന്. മൈമൂന ബീവി പറയുന്നു, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഹലാലുൻ. നബി എന്നെ വിവാഹം കഴിച്ചത് ഹലാലായ അവസ്ഥയിലാണ്, ഹറാമ് ചെയ്തിട്ടില്ല. അപ്പം നബി ഹറാമ് ചെയ്യുമെന്ന് നമ്മളാരും വിചാരിക്കില്ല, നിങ്ങൾക്ക് തോന്നുള്ളൂ അങ്ങനെ. അപ്പം ഹദീസ് തള്ളാൻ പോകണ്ട, ആ ഹദീസ് ഒക്കെ ശരിയാണ്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം അഹ്ലുസുന്നയുടെ നിലപാട്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയ നിലപാട്, ബുഖാരി മുസ്ലിമിൽ വന്നത് മുഴുവൻ സ്വഹീഹാണ്. സനദോടുകൂടി വന്നത്, സനദോടുകൂടി വന്ന എല്ലാം സ്വഹീഹാണ്. അത് ഒമാ ഖലഖ ആയിക്കോട്ടെ, ഈ നിക്കാഹുൽ മുഹരിം ആയിക്കോട്ടെ, അതും ഇനി ഏതെടുത്തോളി, അതൊക്കെ സനദോടുകൂടി ബുഖാരി മുസ്ലിം വന്ന മുഴുവൻ ഹദീസും സ്വഹീഹാണ്. അത് അഹ്ലുസുന്ന അംഗീകരിച്ചു പോകുന്നതാണ്, ഇത്തിഫാക്കുള്ള കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനവും നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ വരുന്നവരെ തർക്കമില്ലാത്ത കാര്യമാണ്. ചേകന്നൂരാണ് അതിൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. പിന്നെ ആ വഴിയിൽ നിങ്ങൾ ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വന്നു. ഈ പെങ്ങളൊക്കെ ഏറ്റെടുത്തു. അതാണ് പ്രശ്നം. ആവട്ടെ, ഇനി ഇത് തദറുജയായിട്ട് പഠിപ്പിക്കല്ല, ഇത് തദറുജയായിട്ട് നിഷേധിക്കുക ഇപ്പോൾ ചെയ്യണത്.
ഘട്ടം ഘട്ടമായി ഇങ്ങനെ ഓരോ നിശ്ചയിച്ച് ഇങ്ങനെ അവസാനപ്പം കണ്ടോ അത് സിയോണിസാണ്, ബുഖാരി മുസ്ലിം ഫുൾ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്നോടത്തേക്ക് എത്തിയല്ലോ, അത് പുറത്ത് വന്നപ്പോൾ